ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് പോണത് നമ്മുടെ നാട്ടിലത്തെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്പോട്ടായിട്ടുള്ള പാറപ്പള്ളിക്കാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇക്ക എൻ്റെ അടുത്ത് പറയണത് ഇത് നമ്മുടെ ശ്രീനിയേട്ടൻ്റെ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയത്തെ ലൊക്കേഷൻ ആയിരുന്നു എന്ന്. കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ക്ലിപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ ആയിരുന്നു എന്ന്. ഈ പാറപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാറപ്പള്ളി എന്ന് പേര് വന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പാറേൻ്റെ മുകളിലാണ് ഈ പള്ളി നിൽക്കണത് എന്ന്. ഇവിടെ ഇതിന് മെയിനായിട്ടൊരു ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ പള്ളിയുടെ 4 ഭാഗത്തും നെൽപ്പാടമാണ്. നെൽപ്പാടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മുന്നിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ഞങ്ങളങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പക്ഷീനെ കണ്ടത്. ഇത് പൊന്മാനാ തോന്നുന്നു, മീൻ പിടിക്കാൻ വന്ന് നിൽക്കുക തോന്നുന്നു ആശാൻ. എന്താണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറയെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുതിർന്ന ആൾക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും സർവ് പറയാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാനായിട്ട്. ഇവിടെ നിന്നപ്പോൾ സൺസെറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ സൺസെറ്റും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അയാനാണെങ്കിൽ പിള്ളേരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോണത്. ചെമ്പരത്തി വെക്കി ചെവിയില്ല, അതാണ് ഏറ്റവും നല്ലത്. എന്തൊക്കെ കമ്മലില്ല, കമ്മല് പൊട്ടിയില്ല, പുതിയത് മേടിച്ചായിട്ട് രസില്ല. അങ്ങനെ വൈകുന്നേരമായി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവരുടെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ നോക്കി കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും പോയപ്പോൾ ആണ് മുകളിൽ കൂടെ ഒരു എയറോപ്ലെയിൻ പോണ കണ്ടത്. നമ്മൾ എത്ര വലുതായാലും വേണ്ടില്ലേ, എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കിപ്പോയില്ലേ. അങ്ങനെ ഞാൻ മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ് എയറോപ്ലെയിൻ. അയാനും എയറോപ്ലെയിൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേഗം കാണിച്ചു തരൂട്ടാ. അവനും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പള്ളിയിൽ എല്ലാ ദിവസവും നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പള്ളിയുടെ മുന്നിൽ തന്നെ ഒരു പാലമുണ്ട്. പാലം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാനൊരു ഭാഗത്ത് നിർത്തിയിട്ട് ഞാനൊന്ന് പോസ് ചെയ്തതാണ്. അപ്പോഴേക്കും എൻ്റെ മകനൊരു നല്ല അനുസരണ ആയതുകൊണ്ട് നിർത്തിയിടത്ത് തന്നെ നിന്നോളുമല്ലോ. പിന്നെ അയാൻ എൻ്റെ അടുത്ത് നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അയാനെയും അടുത്തിരുത്തിയിട്ട് അവന് മീനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മീൻ അവന് ഭയങ്കര ഇഷ്ടമായത് കാരണം അവൻ ഒതുങ്ങിയിരുന്ന് കാണുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ പാറപ്പള്ളിയുടെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു സ്പോട്ടായിട്ട് വരാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ബൈ.